നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. നുവാക്കോ വിസ്റ്റ കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ IPOയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിർമ്മ ഗ്രൂപ്പിൽ നിന്നുള്ള സിമന്റ് ഉൽപ്പാദന കമ്പനിയാണ് നുവോക്കോ വിസ്റ്റാസ്. കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പടർന്നു പന്തലിച്ചിട്ടുള്ള നുവോക്കോ സിമന്റ് മാത്രമല്ല, റെഡിമിക്സ് കോൺക്രീറ്റ്, വാൾപുട്ടി, ഡ്രൈ പ്ലാസ്റ്റർ, കവർ ബ്ലോക്ക് എന്നിങ്ങനെ മൊത്തത്തിൽ ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയായാണ് അറിയപ്പെടുന്നത്. 5000 കോടി രൂപയാണ് വിപണിയിൽ നിന്ന് ഇവർ സമാഹരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓഗസ്റ്റ് 9 മുതൽ 11 വരെയാണ് ഇഷ്യൂ നടക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ഇടാനും ഒന്നും മടിക്കരുത്. പിന്നെ എപ്പോഴും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. നമുക്കിനി വീഡിയോയിലേക്ക് കിടക്കാം. നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ 5000 കോടി രൂപയാണ് ഓഹരി വിപണിയിൽ നിന്ന് സമാഹരിക്കുന്നത്. ഇതിൽ 1500 കോടി രൂപ മാത്രമാണ് ഫ്രഷ് ഇഷ്യൂ ആയിട്ടുള്ളത്. ബാക്കി 3500 കോടി രൂപ ഓഫർ ഫോർ സെയിലാണ്. അതിവേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഈ സിമന്റ് നിർമ്മാണ കമ്പനിയുടെ പ്രൊമോട്ടർ, വാഷിംഗ് പൗഡർ നമ്മൾ കേട്ടിട്ടുള്ള നിർമ്മ ഗ്രൂപ്പിൻ്റെ ഫൗണ്ടറായിട്ടുള്ള കർസൻ ഭായ് പട്ടേലാണ്. ഗുജറാത്തിയാണ്. അദ്ദേഹം സിമന്റ് നിർമ്മാണത്തിലേക്കും തിരിഞ്ഞിട്ടുണ്ട്. അത് കൂടാതെ എഡ്യൂക്കേഷൻ രംഗത്തും എഞ്ചിനീയറിംഗ് കോളേജ്, ഫാർമസി കോളേജ്, അങ്ങനെ പല പല മേഖലകളിൽ പ്രസിദ്ധനായിട്ടുള്ള ആളാണ് കർസൻ ഭായ് പട്ടേൽ. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർ. അതുകൂടാതെ അവരുടെ തന്നെ നിയോഗി എന്റർപ്രൈസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു കോർപ്പറേറ്റ് പ്രൊമോട്ടർ കൂടി ഈ കമ്പനിക്കുണ്ട്. 1999 കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നത്. എങ്കിലും 2014 നിംബോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ ഒരു പ്ലാന്റ് കൂടി തുടങ്ങിക്കൊണ്ട് അവിടെ നിന്നാണ് അവരുടെ ഒരു വളർച്ച ആരംഭിക്കുന്നത്. ഇപ്പോൾ സിമന്റ് നിർമ്മാണം എന്നുള്ളത് കവിഞ്ഞ് മൊത്തം ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്ന കമ്പനി ആ രംഗത്തൊരു വമ്പൻ കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ്. അതായത് 2016 ലാഫർജ് ഹോസിംഗ് എന്ന് പറയുന്ന കമ്പനിയെ ഏറ്റെടുക്കുകയാണ് കമ്പനി ചെയ്തത്. അതിനുശേഷം കൽക്കട്ടയിൽ, അതായത് ബംഗാളിലെ പ്രസിദ്ധമായിട്ടുള്ള ഇമാമി സിമൻസ് അതുകൂടി കമ്പനി ഏറ്റെടുത്തോടുകൂടിയാണ് അതിൻ്റെ വളർച്ച പൂർണ്ണ രീതിയിലേക്ക് എത്തിയിരിക്കുന്നത്. വാർഷിക ഉൽപ്പാദനം എന്ന് പറയുന്നത് 22.32 ദശലക്ഷം മെട്രിക് ടണ്ണാണ്. അത് 11 പ്ലാന്റുകളിലായിട്ട് 11 മാനുഫാക്ചറിങ് പ്ലാന്റുകളാണ് ഇവർക്കുള്ളത്. പ്രധാനമായിട്ടും ഈസ്റ്റേൺ സൈഡിൽ, അതായത് വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങൾ. അതുകൂടാതെ വടക്കേ ഇന്ത്യയിലാണെങ്കിൽ ഹരിയാനയും രാജസ്ഥാനും ഒക്കെ ഇവർക്ക് ഉൽപ്പാദന മേഖലകളാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് വെച്ചാൽ റെഡിമിക്സ് കോൺക്രീറ്റ് ഉണ്ട്. റെഡിമിക്സ് കോൺക്രീറ്റ് ഈ പറഞ്ഞ എല്ലാ പ്ലാന്റുകളിലും ഉണ്ടാക്കുന്നുണ്ട്. അവർക്ക് എവിടെ വേണമെങ്കിൽ സപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സിമന്റ് ഉൽപ്പാദനത്തിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊത്തം രാജ്യത്ത് 5ാം സ്ഥാനത്താണ് കമ്പനി ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അവരുടെ പ്രധാന ബ്രാൻഡുകൾ എന്ന് പറയുന്നത്, ഇത് അധികവും കിഴക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ അവരുടെ സ്ട്രെങ്ത് കിടക്കുന്നത്. പ്രധാന ബ്രാൻഡുകൾ കോൺക്രീറ്റോ, ഡ്യൂറാഗാർഡ്, ഡബിൾ ബുൾ, 0M, ഇൻസ്റ്റാമിക്സ് എന്നൊക്കെയുള്ള ബ്രാൻഡുകളിലാണ് ഇവരുടെ സിമന്റ് അറിയപ്പെടുന്നത്. ഇപ്പോഴുള്ള പ്രതിവർഷ ഉൽപ്പാദന തോതിന് പുറമെ അവരുടെ ജാർഖണ്ഡിലെയും ബീഹാറിലെയും പ്ലാന്റുകളുടെ ഉൽപ്പാദനം കൂട്ടാനായിട്ട്, അതായത് ജാർഖണ്ഡിൽ 1.5ഉം ബീഹാറിൽ 1.2ഉം മില്യൺ മെട്രിക് ടൺ പെർ ആനം പ്രതിവർഷം വർദ്ധിപ്പിക്കാനായിട്ടുള്ള പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ സ്ട്രെങ്ത് ഒക്കെ അളക്കണമല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ഏറ്റവും വലിയ സിമന്റ് നിർമ്മാണ കമ്പനി ഇത് തന്നെയാണ്. അപ്പോൾ അക്കാര്യത്തിൽ യാതൊരു സംശയമില്ലെന്ന് മാത്രമല്ല, ഇവരുടെ ആ ലൊക്കേഷൻസ്, സ്ട്രാറ്റജിക് ആയിട്ടുള്ള ലൊക്കേഷൻസ് ഏറ്റവും മികച്ച മാർക്കറ്റുകൾക്ക് സമീപമാണ് എന്നുള്ളത് അവരുടെ മാർക്കറ്റിങ്ങിനെ വളരെയധികം സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ സ്ട്രോങ് ആയിട്ടുള്ള ബ്രാൻഡ്, ഈ ബ്രാൻഡ് നെയിംസ് അവരുടെ, അത് വളരെ ഹിറ്റായിട്ടുള്ള കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മൊത്തം ഏറ്റവും ഹിറ്റായിട്ടുള്ള സിമന്റ് തന്നെയാണിത്. അവരുടെ നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കും എടുത്തു പറയേണ്ടതാണ്. പിന്നെ ഉള്ളത് ആ ഗ്രൂപ്പിൻ്റെ പിൻബലം. വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഇത്. അവരുടെ പ്രൊമോട്ടേഴ്സും അവരുടെ മാനേജ്മെൻറ്റും എല്ലാം എക്സ്പീരിയൻസ്ഡ് ആണ്. അതും നമുക്ക് എടുത്തു പറയേണ്ടതാണ്.
ഇപ്പോൾ ഈ IPO നടത്തുന്നത് എന്തിനാണ്, ആ ഫണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളൊരു നാച്ചുറലായിട്ടൊരു ചോദ്യം ഉണ്ടല്ലോ. അപ്പോൾ അതിനായിട്ട് അവർ പറഞ്ഞിരിക്കുന്ന, അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്നത് ജാർഖണ്ഡും ബീഹാറിലും ഉള്ള അവരുടെ പ്ലാന്റുകളുടെ ഉൽപ്പാദന കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശമുണ്ട്. അത് കൂടാതെ പേയ്മെൻറ്റ്സ്, കുറച്ച് ബോറോയിങ്സ് ഇതെല്ലാം കൊടുത്ത് തീർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. പിന്നെ അത് കൂടാതെ ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് പർപ്പസസുമാണ് പറഞ്ഞിരിക്കുന്നത്. കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകളിലേക്ക് നോക്കുമ്പോൾ അത്ര സ്ഥിരതയാർന്നതെന്ന് പറയാൻ പറ്റില്ല. സെയിൽസ് വളരെ മികച്ചതായിട്ട് തന്നെ കാണുന്നുണ്ടെങ്കിലും പ്രോഫിറ്റ് മികച്ച നിലയിൽ നിന്ന് പിന്നീട് താഴുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. ഇവിടെ 2018 മുതൽ 2020 വരെയും പിന്നീടുള്ള 3 ക്വാർട്ടറിൻ്റെ, അതായത് 9 മാസത്തെ ഫലം കൂടിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റവന്യൂ കണ്ടോളൂ, ഇത് കോടിയിലാണ് കൊടുത്തിരിക്കുന്നത്. 6,911 കോടിയാണ് 18-ൽ. അത് 7,105.9 വരെ അത് ഉയർന്നിട്ടുണ്ട് റവന്യൂ. അത് പിന്നീട് 2020 ആയപ്പോഴത്തേക്ക് 6,829.9 താഴുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അടുത്ത 3 ക്വാർട്ടറിൽ 4,879.4 പ്രോഫിറ്റ് മാർജിൻ നോക്കിക്കോളൂ. 1.3 മൈനസ് 0.4, പിന്നെ 3.6 ഇവിടെ കുറച്ച് മെച്ചപ്പെട്ടതിന് ശേഷം മൈനസ് 1.3 ആണ് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ലോസിൽ നിൽക്കുന്ന ഒരു കമ്പനിയായിട്ടാണ് കാണുന്നത്. ഇനി കമ്പനിയുടെ വാല്യുവേഷൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് മാർജിൻസ് താഴെ പോയിരിക്കുകയാണ്, അതായത് അത് നെഗറ്റീവ് സൈഡിലേക്ക് പോയിരിക്കുകയായിരുന്നു. പിന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 4.72 ആണ്. അത് ഇൻഡസ്ട്രിയിലെ മറ്റ് പിയർ കമ്പനികൾ, അവരുടെ ലിസ്റ്റഡ് കമ്പനികളായിട്ടുള്ള അൾട്രാടെക്, ശ്രീ സിമൻറ്റ്, അംബുജ സിമൻറ്റ്, ACC തുടങ്ങിയിട്ടുള്ള സിമൻറ്റ് നിർമ്മാണ കമ്പനികളുമായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അവരുടേതെല്ലാം ഡബിൾ ഡിജിറ്റ്സിലാണ്. ഇവിടെ 4.72 ഉള്ളൂ എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നെറ്റ് അസറ്റ് വാല്യൂ 217.83 എന്നും EPS 10.28 എന്നും കാണിക്കുന്നുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മേഖല, പ്രത്യേകിച്ച് സിമെന്റ് ഇൻഡസ്ട്രി, അത് ഇപ്പോൾ ഓഹരി വിപണിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. നമ്മുടെ ഈ കമ്പനിയുടെ തന്നെ പിയർ കമ്പനി, ലിസ്റ്റഡ് ആയിട്ടുള്ള പിയർ കമ്പനികളുടെ വിലകൾ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്കത് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും IPO മാർക്കറ്റിൽ അല്ലെങ്കിൽ പ്രഥമ വിപണിയിൽ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ നുവോക്കോ വിസ്റ്റാസിന്റെ IPO വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. നുവോക്കോ വിസ്റ്റാസ് IPOയുടെ കീ പോയിന്റ്സിലേക്ക് നമുക്ക് പെട്ടെന്നൊന്ന് വരാം. സബ്സ്ക്രിപ്ഷൻ ഡേറ്റ് 9-ാം തീയതി മുതൽ 11-ാം തീയതി വരെയാണ്, ഓഗസ്റ്റ്. പിന്നെ പ്രൈസ് ബാൻഡ് ആണല്ലോ ഏറ്റവും പ്രധാനം. 560 രൂപ മുതൽ 570 രൂപ വരെയാണ്. അപ്പോൾ 570 എന്ന് പറയുന്ന അപ്പർ ബാൻഡ് ആയിരിക്കും കട്ട് ഓഫ് പ്രൈസ്, അപേക്ഷിക്കേണ്ട വില 570. ഫ്രഷ് ഇഷ്യൂ 1,500 ആണ്. ഓഫർ ഫോർ സെയിൽ 3,500 കോടിയാണ്. ഇതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ടോട്ടൽ സൈസ് എന്ന് പറയുന്നത് 5,000 കോടി രൂപയാണ്. മിനിമം ലോട്ട് ഒരാൾ അപേക്ഷിക്കാവുന്നത് 26 റീറ്റെയിലേഴ്സിൻ്റെയാണ്. മിനിമം 26 ഷെയറാണ്. മാക്സിമം ഒരാൾക്ക് 13 ലോട്ട് വരെ, അതായത് 338 ഓഹരി വരെ അപേക്ഷിക്കാവുന്നതാണ്. ഫേസ് വാല്യൂ 10 രൂപയാണ്. അലോട്ട്മെൻറ്റ് വരുന്നത് 17-ാം തീയതി. പിന്നെ ഇത് NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ലിസ്റ്റിംഗ് ഡേറ്റും ടെൻറ്റേറ്റീവായിട്ട് ഇപ്പോൾ പറയുന്നത് ഓഗസ്റ്റ് 23-ാം തീയതി എന്നാണ്. നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ എന്ന ഈ IPOയുടെ ലീഡ് മാനേജേഴ്സ് ICICI സെക്യൂരിറ്റീസ്, ആക്സിസ് ക്യാപിറ്റൽ ലിമിറ്റഡ്, HSBC സെക്യൂരിറ്റീസ് ആൻഡ് ക്യാപിറ്റൽ, JP മോർഗൻ ഇന്ത്യ, SBI ക്യാപിറ്റൽ മാർക്കറ്റ്, പിന്നെ ഇതിൻ്റെ രജിസ്ട്രാർ ടു ദ ഇഷ്യൂ എന്ന് പറയുന്നത് ലിങ്ക് ഇൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ്. എങ്ങനെയാണ് ഈ ഷെയർ അപേക്ഷിക്കേണ്ടതെന്ന് അറിയാത്ത പുതിയ നിക്ഷേപകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുകളിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് കാണുക. ഓൺലൈനായി ഷെയർ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള വിശദമായ വീഡിയോ ആണത്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. നുവോക്കോ വിസ്റ്റാസ് കോർപ്പറേഷൻ IPOയെ കുറിച്ചുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതുവരെ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്ത് കൊടുക്കാനും കമൻ്റ് ഇടാനും ഒന്നും മടിക്കണ്ട. പിന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് ഉടൻ തന്നെ മീറ്റ് ചെയ്യാം. അതുവരെ നന്ദി, നമസ്കാരം.